ശ്രീ ഷാഫി ചാലിയം, ശരി, ശ്രീ ഷാഫി ചാലിയം, ഇവിടെ നിങ്ങൾക്ക് ഇ എൻ മോഹൻദാസിനെ പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിനു മുമ്പ് പെട്ടിട്ടുണ്ടോ? കാരണം അവിടുത്തെ പോലീസ് എങ്ങനെയായിരുന്നു, അതിൽ എങ്ങനെയാണ് സംഘപരിവാർവൽക്കരണം നടന്നിട്ടുള്ളത്, അവരെങ്ങനെയാണ് ന്യൂനപക്ഷ വേട്ട നടത്തിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ കേന്ദ്രീകരിച്ച് മാത്രം ഒരുപാട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പാർട്ടിയാണ്. നിങ്ങൾ ഉന്നയിച്ചതിന് ശേഷം പിന്നീടാണ് അത് അൻവർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് എന്നും അഭിപ്രായമുള്ളവരാണ്. അങ്ങനെ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതാണോ നിങ്ങളുടെ ഈ പരാതി, അതോ മോഹൻദാസിലേക്ക് കൂടി നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ല, ഈ ചർച്ചയിൽ ഞാൻ വളരെ സുപ്രധാനമായ ഒരു കാര്യം വായിക്കുമ്പോൾ നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്ത് വേറെ ഒരു ആഡിലേക്ക് പോയി. അത് ശരിയാണോ? നിങ്ങളുടെ സമയത്തിന് വരെയുള്ള ഒരാളല്ല, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്നില്ലേ? ആയിക്കോട്ടെ, ആണെങ്കിലും എന്നൊന്ന് ഞാൻ പറഞ്ഞതൊന്ന് അവസാനിപ്പിക്കാനുള്ള സമയം തരണ്ടേ? അതെങ്ങനെ? ഒരു വാർത്താ സമ്മേളനം പോകുമ്പോൾ അതിന്റെ അത്യാവശ്യം നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്? അങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ അത് ചെയ്തത്? ആയിക്കോട്ടെ, വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു വന്നൂടെ? ശ്രീ ഷാഫി ചാലിയം, അങ്ങേക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട്. അല്ലല്ല, ഇങ്ങനെ അങ്ങ് മുറിവേൽക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇപ്പോൾ ഇന്നേ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതുമായി വളരെ ബന്ധമുള്ള ഒരു സാധനമാണ്, ഒരു കുറിപ്പാണ് ഞാൻ വായിക്കുന്നത്. അതിൽ ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എത്തിയപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തത്സമയം മോഹൻദാസിൻ്റെ വാർത്താ സമ്മേളനം കൊടുക്കേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞാൽ ഷാഫി ഒന്ന് കംപ്ലീറ്റ് ആക്കുമോ എന്ന് പറയലല്ല എൻ്റെ മര്യാദ. ഈ റജീ ലൂക്കോസ് വെറും 10 ദിവസം മുമ്പ് ഇദ്ദേഹത്തിനെ വർഗീയ ചാപ്പ കുത്തിയവർക്ക് നേരെ റജീ ലൂക്കോസ് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞ വാക്കാണ്. ആ ഭാഗത്ത് എത്തുമ്പോഴാണ് ഇത് കട്ടാകുന്നത്. ഞാനത് പറയാൻ കാരണം, മോഹൻദാസിൻ്റെ ഇന്നത്തെ പ്രയോഗപ്രകാരം അൻവർ വളരെ മോശമാണ് നേരത്തെ. കാരണം മോഹൻദാസ് അത് പറയുക കഴിഞ്ഞു, ഇയാളൊരു തലവേദനയാണ്, ഇയാളൊന്നും അപ്പോൾ ഇയാളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് 10 ദിവസം മുമ്പ് വരെ റജീ ലൂക്കോസിന്. പക്ഷെ മലപ്പുറം ജില്ലാ CPM ഒരു അഭിപ്രായമില്ലായിരുന്നു, അവർ പരസ്പരം കലഹത്തിലായിരുന്നു എന്ന വാർത്തയാണ് മോഹൻദാസിൻ്റെ നാവിൽ നിന്നും അൻവറിൻ്റെ നാവിൽ നിന്നും വന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് റജീ ലൂക്കോസ് തറപ്പിച്ച് എഴുതിയതും. നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ അൻവറിൻ്റെ മതേതര പ്രതിബദ്ധതയെ വാനോളം പുകഴ്ത്തിയവരാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാതരം ഈ ശനിയാഴ്ച വർഗീയവാദി, അടുത്ത ഞായറാഴ്ച മതഭീകരൻ, അതിൻ്റെ അടുത്ത ആഴ്ച സ്വർഗീയവാദി, എന്തൊരു പ്രയോഗം അത്? ഇവിടെ വിഷയം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ മലയാളിയെ പേടിപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. ഇവിടുത്തെ ഒരു പോലീസ് സേന എന്താണെന്നത് അൻവർ പറയുകയും അൻവർ പറയുന്ന കാര്യത്തിന് ഒരു റിപ്ലൈ ആരെങ്കിലും തരുന്നുണ്ടോ? ആരാ തരുന്നത്? ഈ പാർട്ടി ഏതാണെന്ന് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ട്രാക്കാണോ അതിന് മറുപടി തരേണ്ടത്? പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു മറുപടിയില്ല. അദ്ദേഹം ഇവിടെ കുറേ സാധനം വിളമ്പി വെച്ച് എഴുന്നേറ്റ് പോയിരിക്കുക. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ അതിലുണ്ട്. അപ്പോൾ സ്വാഭാവികം അതിനൊരു റിപ്ലൈ ആരും തരുന്നില്ല. CPM വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ മഹത്വം പറഞ്ഞു പോകുന്നു. അൻവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും. അദ്ദേഹം ഓരോന്ന് അക്കമിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ. ഇവിടെ തന്നെ നോക്കി, കേരളത്തിലെ എത്ര കേസുകൾ, കേരളത്തിലെ പോലീസ് സേന സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതിൻ്റെ ഒരുപാട് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിയാസ് മൗലി വധം എവിടെ എത്തിയില്ല, അതിൻ്റെ പ്രതികൾക്കൊക്കെ ജാമ്യം. അതേപോലെ തന്നെ കൊടിഞ്ഞി ഫൈസലിൻ്റെ കേസ്, എല്ലാത്തിനും ജാമ്യം. നിങ്ങൾ കേരളത്തിൽ ഓരോ കേസ് എടുത്ത് നോക്ക്. നിങ്ങൾ ഇനി അൻവർ പറഞ്ഞതും കൂട്ടിച്ചേർത്ത് വായിക്ക്. അതേമായി ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ കേരളത്തിലെ യൂട്യൂബർമാർ വർഗീയ വിഷം ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണ്ട് കാലത്ത് ബാലകൃഷ്ണൻ ചുള്ളിക്കാട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഗുഹ്യരോഗം പോലെയാണ് വർഗീയത, ഒരിക്കലും അത് പുറത്തു പറയില്ല ആരും. പക്ഷേ ഇന്നിവിടെ പുറത്തു പറയുന്നു. പുറത്ത് പറയുന്നവർക്കുള്ള തടസ്സം എന്താണ്? പോലീസ് എങ്ങാനും കേസെടുക്കുമെന്നാണ്. പക്ഷേ 5-6 കൊല്ലമായി ഇവിടെ ഒരു 2 ഡസൻ യൂട്യൂബർമാർ വന്നിട്ട് പച്ചക്ക് വിഷം പറയുകയാണ്. ഈ വിഷം പറയുന്നവർക്കെതിരെ എവിടെയെങ്കിലും ഒരു കേസുണ്ടോ? ഇല്ല. എന്തായാലും കാര്യം, നിങ്ങൾ വിഷം പറഞ്ഞോ, പോലീസ് കേസെടുക്കൂല, ഞങ്ങൾ ഏറ്റു. ഇവിടെ BJPയുടെ പീയൂഷ് ഗോയൽ ഇവിടെ വന്നില്ലേ? ഈ യൂട്യൂബർമാരെ വിളിച്ച് വലിയ പഠന ശിബിരം നടത്തിയില്ലേ? എന്താ സംഭവം? വെറുതല്ല. ഞാൻ എൻ്റെ സുഹൃത്ത് ജയസൂര്യയെ, നിങ്ങളെ പാർട്ടിയെ സംഭവിച്ചു, നിങ്ങൾ ഓരോരോ സ്റ്റേറ്റും പഠിക്കുന്ന രീതി ഉണ്ടല്ലോ തന്ത്രത്തിൻ്റെ കാര്യത്തിൽ. ഒരു സംശയം, ഞാൻ കേരളത്തിൽ നിങ്ങൾ തുടരാൻ കഴിയില്ല എന്ന് എൻ്റെ വിശ്വാസം ഒക്കെ നഷ്ടപ്പെട്ടു. നിങ്ങൾ വിചാരിച്ചാൽ നേടും. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ ആഭ്യന്തരം 8 കൊല്ലമായി കൈകാര്യം ചെയ്തത് നിങ്ങളെന്ന് അറിഞ്ഞപ്പം സമ്മതിച്ചു പോയി. കാരണം വെച്ചറിയോ, ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ നിങ്ങൾ പിടിക്കും. കാരണം
അത്രയും വലിയ ഇന്ത്യയിലെ സെൻട്രൽ റൂളിംഗ് ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു ഭരണാധികാരികൾ ലോകത്ത് എവിടെയും ചെയ്യാത്ത വിധത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലായിടത്തും നിങ്ങൾ ആരെയും ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ആ ADGPയെ വളരെ മാന്യമാരായി അന്വേഷണം നടക്കുന്നവരെ തൽക്കാലം ഒന്ന് ലീവ് പോ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം. അതുപോലും ചെയ്യാൻ തയ്യാറല്ല, ഭയക്കുന്നു. ആരെയാണ് ഈ ഭയക്കുന്നത്? എന്താ ഈ സ്റ്റേറ്റിൽ അവസ്ഥ? നീതി തേടി എവിടേക്കാ പോകേണ്ടത്? ഇന്നിപ്പോൾ ഇവരെന്താക്കി? ഞാൻ അൻവറിനെ കടുത്ത രീതിയിൽ വിമർശിക്കുന്ന ആളാണ്. 3.5 കൊല്ലക്കാലമായി അൻവർ എവിടെയാണ് എന്ന് ഈ ചാനലിൽ വന്ന് ചോദിച്ച ആളാണ്. ഞങ്ങൾ ഈ സുജിത് ദാസും അൻവറും തമ്മിലുള്ള സംഭാഷണം കേട്ടല്ലോ. അൻവറും സുജിത് ദാസും തമ്മിൽ നല്ല ബന്ധാ, ബോബനും മോളി മാതിരിയാ. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവസാനം പിടുത്തം വിട്ട് അൻവറിൻ്റെ അടുത്തുനിന്ന് അറിയാതെ ഒരുപാട് കാര്യങ്ങളോട് പുറത്തെത്തി. ഇവരിപ്പോൾ ഇന്ന് അൻവറിനെ കള്ളക്കടത്ത് തരിക. അൻവർ പറഞ്ഞെന്താ? അൻവർ പറഞ്ഞത് കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണം കസ്റ്റംസ് പിടിക്കുന്നില്ല, എന്നാൽ പുറത്തെത്തി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു, പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസിന് കൊടുക്കണം. അത് ലോ ആണ് അൻവർ പറഞ്ഞത്. അതിന് മറുപടി റീജിയൽ കോസ് പറയുന്നുണ്ടോ? മറിച്ച് പിടിക്കപ്പെടുന്ന ആ കള്ളക്കടത്തുകാരെ കൂടിയാണ് അൻവർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ജനം വിശ്വസിക്കുമോ? ആദ്യം അൻവർ പറഞ്ഞതിന് വ്യക്തമായി മറുപടി പറയാൻ നിങ്ങൾ വരി. നിങ്ങളെ മറുപടിയാണ് ഉചിതം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മറുപടി വിശ്വസിച്ച് അൻവറിനെ തള്ളി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അൻവർ അത്ര 100% ക്ലിയർ ആണെന്ന അഭിപ്രായം പണ്ടേ ഞങ്ങൾക്കില്ല. പക്ഷെ അതേ സമയത്ത് അൻവർ ഉയർത്തിയ പ്രശ്നം ചില്ലറയല്ല, സാധാരണക്കാരനെ ഭയപ്പെടുത്തുകയാണ്, പ്രവാസിക്ക് ഭയണ്ടാണ്. പോലീസ് സ്വർണം പിടിക്കണമെങ്കിൽ അൻവറിന് പ്രയാസമുണ്ട്. പോലീസ് സ്വർണം പിടിച്ചോട്ടെ, പിടിച്ചാൽ എന്ത് ചെയ്യണം? കസ്റ്റംസിന് കൊടുക്കണം. കസ്റ്റംസ് ലോ പ്രകാരം കേസെടുക്കുന്നത്, പബ്ലിക് ലോ പ്രകാരമല്ല. മാത്രമല്ല പിടിച്ചെടുക്കുന്ന സാധനത്തിന് എന്തിനാ ഉരുക്കണത്? തൊണ്ടി മുതൽ അതേപോലെ കോടതിയിൽ ഹാജരാക്കല്ലേ വേണ്ടത്? അതിനെന്തിനാ ഉരുക്കണം? അത് തൂക്കിയാൽ കിട്ടല്ലോ. ഇവിടെ ഇതൊക്കെ നിയമവിരുദ്ധമാണ്. രാത്രി 8 മണിക്ക് ശേഷം കടകൾ അടച്ചിടണം, ലൈറ്റ് ഓഫ് ചെയ്യണം. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉത്തരവിറക്കുക. അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ 144 പ്രഖ്യാപിച്ച ജില്ലാ മജിസ്ട്രേറ്റിന് അധികാരമുള്ളൂ. എല്ലാ വലിയ ഫ്ലൈറ്റുകളും രാത്രി 10 മണിക്ക് ശേഷം ഷാഫി ചാലിയം അങ്ങേക്ക് അറിയുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതങ്ങ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിൽ അങ്ങയുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല. പക്ഷേ ഇതൊക്കെ നാം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അങ്ങയോടുള്ള എന്റെ ചോദ്യം അല്ല, ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ അങ്ങയോടുള്ള ചോദ്യം, ഈ പല കാര്യങ്ങളും അല്ല, അൻവർ പറഞ്ഞ പല കാര്യങ്ങളോടും ശരിയാണ് എന്ന അഭിപ്രായമുള്ള അങ്ങേക്ക് അൻവർ ഇന്ന് ആദ്യമായി പറഞ്ഞിരിക്കുന്ന മോഹൻദാസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? അല്ല, മോഹൻദാസിനെ കുറിച്ചുള്ള അഭിപ്രായം ഇന്നാണ് കേട്ടത്. ഞാൻ ഇതുവരെ അങ്ങനെ മോഹൻദാസിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇന്ന് അൻവർ പറയുന്നു. അൻവർ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് അപ്പടി കയറി അത് അൻവറിനെ വിശ്വസിക്കാനൊന്നും ഞങ്ങൾ എത്ര മണ്ടന്മാരെന്നല്ല. 2 കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. ഒന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇങ്ങനെ MLA ഫണ്ട് സർക്കാരിന്റെ വകയായിട്ടുള്ള ഈ തുക എത്തിക്കൂടാ, അതല്ല CPM-ന്റെ നിലപാട് എന്ന് പറഞ്ഞ് അതിന് തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ കാര്യം പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു. അപ്പോൾ വെറുതെ ഒരു പറച്ചിലല്ല, അത് കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കത്ത് കാണിക്കാൻ ബാധ്യസ്ഥനാകും. മുൻപ് കത്ത് കാണിച്ചിട്ടുള്ള ആളുമാണ് അൻവർ. ഒരു സെക്കൻഡ് ശ്രീ ഷാഫി ചാലിയം. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഒരാൾ ആ പാർട്ടി ഓഫീസിനകത്ത് വെച്ച് തൻ്റെ RSS മനസ്സ് തൻ്റെ വീട്ടിൽ വെച്ചാൽ മതി, പാർട്ടി ഓഫീസിൽ എടുക്കണ്ട എന്ന് പറഞ്ഞ് കഴുത്തിന് കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. ഇതേതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണെന്നാണ് പറയുന്നത്. അത് ഈ പാർട്ടി രഹസ്യം മാത്രമായിട്ടിരിക്കുകയായിരുന്നോ? നിങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ലേ? അത് CPM-ന്റെ 4 സെക്രട്ടേറിയറ്റ് മെമ്പർമാർ മലപ്പുറം ജില്ലയിൽ ആ 4 എണ്ണത്തിനെയും നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം. അതാ ചെയ്യണ്ടേ. ഇതൊക്കെ ആയിരിക്കുമ്പോഴും അല്പം മുൻപ് അങ്ങ് സംസാരിക്കുമ്പോൾ അത് മുറിച്ചുകൊണ്ട് ഞാൻ പോയ വാർത്താ സമ്മേളനത്തിൽ EN മോഹൻദാസ് നിങ്ങളെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ CPM പറയട്ടെ എന്നൊക്കെ അങ്ങ് നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ലീഗുകാർ പോലും താൻ വർഗീയവാദിയാണെന്ന് പറയില്ല, ലീഗുകാർ വിളിച്ച് സംസാരിച്ചു. എന്തൊരു സ്നേഹമാണ് ശ്രീ ഷാഫി ചാലിയം. ഇതാണ് അൻവർ പറയുന്ന നെക്സസ്. ഞങ്ങൾ 3.5 കൊല്ലക്കാലമായി മലപ്പുറം ജില്ലയിൽ നടന്ന എല്ലാ ക്രൈമുകളും പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ശ്രീ ഷാഫി ചാലിയം അല്ലെന്നേ, ഈ മോഹൻദാസിനെ പറ്റി പറഞ്ഞ് അൻവർ നാവെടുത്ത് തീരും മുൻപ് മോഹൻദാസിന് വേദനിച്ചോ? അങ്ങനെയെങ്കിൽ ദാ ഞങ്ങളുടെ സാന്ത്വന ഔഷധം കുറച്ചങ്ങോട്ടേക്ക് തരാം എന്ന് ലീഗ് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യം എന്താണ്? ലീഗ് എവിടെ ഇറങ്ങി പുറപ്പെട്ടെ? മോഹൻദാസ് അല്ലേ പറയുന്നത്, ലീഗുകാർ വിളിച്ചു, ലീഗിന് പോലും ഇതിന്റെ അഭിപ്രായം എന്നെ പറ്റിയില്ല എന്ന്. ഞാൻ പറയട്ടെ,
അല്ല, ഞങ്ങൾ അഭിപ്രായം പറയാൻ ഇന്നാണല്ലോ അവിടെയാണ് കലഹം നടക്കുന്നത്. CPM-ന്റെ അകത്ത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി ശ്രീ ഷാഫി അവിടുത്തെ ചാലിയം കലഹം ഒരു ഒരാൾ കാര്യം വിളിച്ചു പറയാണ്. ആലോചിക്കേണ്ടത് അത് ശരിയാണോ ഇല്ലയോ എന്നത് ഞങ്ങളാണോ പറയുന്നത്? നുണപരിശോധന ആ ഭാഗത്ത് മാത്രമല്ല നടത്തേണ്ടത്. നുണപരിശോധന ആ ഭാഗത്ത് മാത്രമല്ല നടത്തേണ്ടത്. അതിവേഗം ഈ ലീഗ് താവളങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോഹൻദാസിനെ വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരുടെ മാനസിക നില എന്താണ് എന്നതുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ അങ്ങീ പറഞ്ഞല്ലോ ഈ ജയസൂര്യ പുകഴ്ത്തുകയുണ്ടായല്ലോ, ജയസൂര്യ പുകഴ്ത്തുകയുണ്ടായല്ലോ, അല്ല ജയസൂര്യ പുകഴ്ത്തുകയുണ്ടായല്ലോ 8 വർഷം ആഭ്യന്തര വകുപ്പ് അവരാണ് കൈകാര്യം ചെയ്തത് എന്ന്. അല്ല, ഒരു സെക്കൻഡ് അങ്ങനെ BJP-യുടെ വരുതിക്ക് നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇത് എങ്കിൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ വരുതിയിൽ നിർത്തിയിരിക്കുന്നത് എങ്കിൽ, അതിൻ്റെ ജില്ലാ നേതൃത്വത്തെ RSS ബന്ധമുണ്ട് എന്ന് കൂടെ കിടന്ന ഒരാൾ ആരോപിക്കുമ്പോൾ പെട്ടെന്ന് പോയി വിളിച്ച് വിഷമം വേണ്ട എന്ന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്നതും ചോദ്യമായി വരും. ഞാൻ വേഗം അങ്ങേക്ക് വേഗം മറുപടി പറയണമെങ്കിൽ പറയാം. എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം, അത് അങ്ങ് തടസ്സപ്പെടുത്താനല്ല. വേഗം ആരെ കൊടുത്തത് വേണോ? അല്ലല്ല, ആദ്യം ഇത് പറഞ്ഞിട്ട് ഇടവേളയിലേക്ക് പോ. അല്ല, ഇടവേളയിലേക്ക് പോയിട്ടില്ല, അങ്ങയുടെ മറുപടിക്ക് വേണ്ടി ഞാൻ കാക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഏത് ലീഗ് നേതാവാണ് മോഹൻദാസിന് ക്ലീൻ ചീട്ട് കൊടുത്തുകൊണ്ട് ഇന്ന് വൈകുന്നേരം വന്നത്? എന്റെ ശ്രദ്ധപ്പെട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, മോഹൻദാസ് പറയുകയാണെന്നേ, മോഹൻദാസ് പറയുകയാണല്ലോ ഈ കാര്യം. മോഹൻദാസിന് അങ്ങനെ പറയാൻ കഴിയുന്ന എങ്ങനെയാണ്? ഒരു പേക്കിനാവ് കണ്ടിട്ട് വന്നിരുന്ന് പറയുകയായിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് അൻവർ തെളിവ് തരണം, നിങ്ങൾക്ക് മോഹൻദാസ് തെളിവ് തരണം, നിങ്ങളിങ്ങനെ തെളിവ് ശേഖരണമായിട്ട് നടന്നോളൂ. എല്ലാ വേണു, മോഹൻദാസ് ലീഗുകാർ പോലും എന്നെ കുറിച്ച് അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ അതിന് ലീഗ് എന്താ മറുപടി പറയണ്ടേ? അങ്ങനെ മാത്രമല്ല പറഞ്ഞത്, ഞങ്ങൾ ഇതുവരെ മോഹൻദാസിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടിട്ടില്ല. ഇപ്പം അൻവർ, ഒരു മിനിറ്റ്, ഇപ്പോൾ അൻവർ പറയുന്നു. ആ അൻവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 4 സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. ആ 4 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പിടിച്ച് നുണ പരിശോധന നടത്തിയാൽ അറിയാം അൻവർ പറഞ്ഞതാണോ ശരി, മോഹൻദാസ് പറഞ്ഞതാണോ ശരി. ഇങ്ങനെയല്ല പറയാൻ പറ്റും. ഞങ്ങൾ ഗാലറിയിലല്ലേ വേണു, സംഭവം നടക്കുന്നത് വേറെ ആളുകളെ തമ്മിലാണ്, ഗുസ്തി നടക്കുന്നത് അവർ തമ്മിലാണ്. അതിൽ ഗാലറി ഇരിക്കുന്ന എന്റെ കൊല്ലിക്ക് പിടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ശരി ശരി. അല്ല, ഇത്തരം പരിശോധനകൾ, അല്ല ശാസ്ത്രീയ പരിശോധനകൾ ലീഗ് പറയുക, DGP-യുടെ പരിശോധന മുഖ്യമന്ത്രി പറയുക, ഇത് രാഷ്ട്രീയ വിഷയമാണ്. അതിൽ ഇത്തരം പരിഹാരങ്ങളല്ല, ലാബിൽ പോയി പരിശോധിച്ച് എടുക്കേണ്ട ഉത്തരങ്ങളല്ല നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ DGP എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയമായ ശരി കണ്ടെത്തേണ്ടത്. രാഷ്ട്രീയമായ ശരി കണ്ടെത്തേണ്ടത് ഉറച്ച രാഷ്ട്രീയ നിലപാട് കൂടെ തന്നെ ആയിരിക്കണം. അതിനൊരു ലാബും വേണ്ട, ഒരു DGP-യും